ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഐഷുക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്തൊക്കെ ഒന്ന് മക്കളെയും കൊണ്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് നെഹദി കുഴിമന്തി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ പാലക്കാട് ഫേമസ് ആയ കുഴിമന്തി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ആക്കിയത് പെരി പെരി അൽഫാം മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല എരിവാണെങ്കിലും നമ്മുടെ ഐഷ്കുട്ടിക്കൊക്കെ സൂപ്പറായി ഇഷ്ടമായിട്ടുണ്ട്. ചെറിയ ആൾക്ക് പിന്നെ എരിവായതോടൊന്നും പറ്റിയില്ല കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ലുലു മാളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതേ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഐഷ്കുട്ടിയും പിയമോളും കൂടെ ഓടുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് നേരെ പോയത് ഫീഡിംഗ് റൂമിലേക്കാണ്. നമ്മുടെ പിയമോൾക്ക് ഒന്നും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു പഴം കയ്യിൽ വെച്ചിരുന്നു. അപ്പോൾ അത് അവൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇതേ കിഡ്സിൻ്റെ പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. ഇതേ അവിടെ ലൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമ്മുടെ പിയമോൾ ഓടുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഗെയിമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലുലു മാളിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുട്ടികളെ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഐഷു നന്നായി എൻജോയ് ചെയ്ത് തന്നെ നമ്മുടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്താ പിയമോളെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പിടിച്ചിരുത്തിയതാണ്. പക്ഷേ അവൾ ഒരു തരത്തിൽ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞാൽ അവൾ താഴെയായിരിക്കും. നമ്മൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഇതേ അവിടെ പോയപ്പോൾ ചോക്ലേറ്റുകളുടെ നല്ല ഓഫർ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്ക മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ഒന്നും മേടിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്തൊക്കെയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കെല്ലാം കാണുമ്പോൾ എടുക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് നല്ല ഫ്രഷ് ഐറ്റംസാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഞാൻ നേരെ പോയത് ഫ്രൂട്ടിൻ്റെ യോഗട്ട് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഒരു മാംഗോ പിന്നെ ഒരു ബ്ലൂബെറിയുടെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പറയുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ മിൽക്കി മിക്സിൻ്റെ ഒരു കട്ട തൈരോടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും എടുക്കാനില്ല പറഞ്ഞാൽ ഞാൻ ഇക്കാക്ക് ഒരു നീണ്ട ബില്ല് തന്നെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളും ഹാപ്പി, ഇക്കയും ഹാപ്പിയായി. അങ്ങനെ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. വൈകിട്ട് നമ്മൾ സൈക്കിൾ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം നല്ല മഴ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിപ്പോൾ മാംഗോ ഫ്ലേവറാണ് സംഭവം. ഇതെനിക്ക് ഇഷ്ടമായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന പോലെ തന്നെ ചെറിയൊരു പുളി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. ഇത് നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അടുത്തത് നമ്മൾ കോംബോ ഓഫറിൽ ഐസ്ക്രീം എടുത്തിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വാനില ഫ്ലേവറാണ്. എന്തായാലും ഇത് നന്നായിട്ടുണ്ട്. അടുത്തത് അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.